പഴങ്ങനാട് ജംഗിൾസ് പാർക്കിൽ 5 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പാർക്കിന് സ്റ്റോപ്പ് മെമ്മോ നൽകി പഞ്ചായത്ത്. പാർക്ക് പ്രവർത്തിച്ചിരുന്നത് അനധികൃതമായി എന്ന് കണ്ടെത്തി. അതേസമയം പാർക്കിന്റെ ലൈസൻസിനായി ഉടമകൾ സമീപിച്ചപ്പോൾ ലൈസൻസ് ആവശ്യമില്ല എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കിഴക്കമ്പലത്തുള്ള പഴങ്ങാട് ലയൺസ് ജംഗിൾ പാർക്കിൽ പ്രീ സ്കൂൾ വിദ്യാർത്ഥിയായ 5 വയസ്സുകാരൻ മുഹമ്മദ് ആദമിനെ ഇവിടെ പാർക്കിൻ്റെ പിറകിൽ ബോട്ടിങ്ങിനായി എടുത്ത ചാലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടി അധ്യാപകർക്കും അതോടൊപ്പം തന്നെ സഹപാഠികൾക്കും ഒപ്പം എത്തിയതായിരുന്നു. കുട്ടിയെ കാണാതായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടി ഇവിടെ മരിച്ചു കിടക്കുന്നു എന്ന നിലയിൽ കണ്ടെത്തിയത്. ഏതായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പാർക്ക് അനധികൃതമായി പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ലൈസൻസ് ഇല്ലാതെയാണ് ഈ പാർക്ക് പ്രവർത്തിച്ചിരുന്നത്. പഞ്ചായത്ത് അധികൃതർ പറയുന്നത് തുടക്കത്തിൽ തന്നെ ഇവർ ഒരു ഓപ്പൺ ജിമ്മ് തുടങ്ങണം അല്ലെങ്കിൽ ഒരു വിശ്രമ കേന്ദ്രം തുടങ്ങണം എന്ന് പറഞ്ഞായിരുന്നു ഈ പാർക്ക് നിർമ്മിച്ചിരുന്നത്. പിന്നീട് അത് ടിക്കറ്റ് വാങ്ങി ആളുകളെ കയറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് ഒക്കെ പോകുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മാസത്തിലായിരുന്നു ഇവർ ഇതിനുവേണ്ടി പഞ്ചായത്തിനെ സമീപിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് ഒരു വിശ്രമ കേന്ദ്രം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ലൈസൻസ് ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു ലൈസൻസ് എടുക്കാതിരുന്നത് എന്നാണ് ഈ പാർക്കിലെ അധികൃതർ പറയുന്നത്. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഈ ലൈസൻസിന് വേണ്ടിയിട്ട് ഉടമകൾ തങ്ങളെ സമീപിച്ചില്ല എന്നാണ്. പഞ്ചായത്തിൽ ലൈസൻസിന് അപേക്ഷ തന്നിട്ടില്ല. ഒരു സംരംഭകൻ എന്നുള്ള നിലയ്ക്ക് പഞ്ചായത്തിലേക്ക് ലൈസൻസിന് അപേക്ഷ തരേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. അദ്ദേഹം അവിടെ ലയൺസ് ക്ലബിൻ്റെ ഒരു ഭാരവാഹിയൊക്കെയാണ്. അപ്പോൾ ലയൺസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇതിങ്ങനെ ചെയ്യാൻ പോകുന്നത് എന്നുള്ള നിലയ്ക്കാണ് ധരിപ്പിച്ചത്. ഇത് പഞ്ചായത്തിൻ്റെ പരിധിയിൽ മാത്രം നിൽക്കുന്ന ഒരു വിഷയവുമല്ല. വിനോദ ഉപാധിയായിട്ടും കൂടി ആ പ്രവർത്തനം മാറിയിരിക്കുകയാണ്. സ്വാഭാവികമായും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ അനുമതി തേടേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സെക്രട്ടറി പറയുന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയുണ്ടായി എന്നാണ്. ഉടമകൾ പഞ്ചായത്തിനെ സമീപിച്ചിരുന്നു, പക്ഷേ ലൈസൻസ് ആവശ്യമില്ല എന്ന് പഞ്ചായത്ത് തന്നെയാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത്. ഏതായാലും അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ചൊവ്വാഴ്ചയോടെ ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല ലയൺസ് ക്ലബിൻ്റെ ഭാരവാഹിയാണ് എന്ന പേരിലായിരുന്നു ഈ ഒരു പാർക്ക് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഇത് ലയൺസ് ക്ലബിൻ്റെ അനുമതിയോടെയല്ല ഈ പാർക്ക് പിന്നീട് പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. ഏതായാലും ഈ പാർക്കിന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. പോലീസ് ഈ കുട്ടിയുടെ മരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വരികയാണ്. നടപടി ഉടനുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ബിനു പാമ്പയ്ക്കൊപ്പം സ്നേഹ മൊലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.